അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം പാറപ്പുറത്ത് കുടിൽ കെട്ടിക്കഴിയുന്നതിനിടെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലെ പാറപ്പുറത്താണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 3 കുടുംബങ്ങൾ താൽക്കാലികമായി കുടിലൊരുക്കിയത്. ഇവർ 3 ദിവസമായി ഇവിടെ കഴിയുകയായിരുന്നു. വന്യജീവികളെ അകറ്റാൻ കുടിലിനു മുന്നിൽ തീയിട്ടിരുന്നുവെങ്കിലും മഴയിൽ തീയണഞ്ഞു. 7 മണിയോടെ കാട്ടാനക്കൂട്ടമെത്തി ആക്രമണം നടത്തുകയായിരുന്നു. സംഘം ചിതറിയോടി. ചാലക്കുടിപ്പുഴ നീന്തിക്കടന്ന രമയും ഒപ്പമുണ്ടായിരുന്ന രവിയും രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞുകൂടി. രാവിലെ നടത്തിയ തിരച്ചിലിലാണ് പാറപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സതീഷിനെ കണ്ടത്. ചാലക്കുടിപ്പുഴയോട് ചേർന്ന അംബികയുടെ മൃതദേഹവും കണ്ടെത്തി. ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതിലെ നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ആ കൊച്ച് ഇതിൽ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പം ഇവർ 2 ആളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കളക്ടർ എത്താതെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനെ MP ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കൾ ഇത് എതിർത്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറി. കാട്ടാനാക്രമണത്തിലെ തുടർച്ചയായ മരണത്തിന് കാരണം സർക്കാരിന്റെ അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കഴിഞ്ഞ 5-6 കൊല്ലമായി 1000-ലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. കേരളത്തിൽ 8000-ലധികം ആളുകൾ പരിക്കുപറ്റി ആശുപത്രികളിലാണ്. 10,000 കന്നുകാലികളെ കൊന്നു. കൃഷി മുഴുവൻ നശിച്ചു. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിസ്സംഗരായിരിക്കുകയാണ് ഗവൺമെന്റ്. അതിശക്തമായ നിലപാടുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും. ഇത് ഉത്തരവാദിത്വമില്ലായ്മയാണ്. ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമില്ലായ്മയാണ് കാണിക്കുന്നത്. അതിനെതിരായിട്ടുള്ള സമരവുമായി മുമ്പോട്ട് പോകും. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ അതിരപ്പള്ളിയിൽ ജനകീയ സമിതി ഹർത്താൽ ആചരിക്കും. ജനം, തൃശൂർ.